ഷഹനാസ് IAS-നെതിരെ പരാതി നൽകി ശ്രീന. ഞാനിന്ന് 24-ന്റെ ചർച്ചയും കഴിഞ്ഞ് രാവിലെ തൊട്ട് ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്രീനയുടെ പോസ്റ്റ് കണ്ടത്. ഇമ്മീഡിയറ്റ്ലി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ശ്രീന പൊളിച്ചു, കിടുക്കി, തീർത്തു എന്നൊക്കെ പറയാൻ കഴിയുന്ന സാധനം. നമ്മുടെ ഷഹനാസ് IAS-നെതിരെ, IAS ഇൻ കോട്ട്സ് ആണ്, നമ്മുടെ ശ്രീന പരാതി നൽകി. നമുക്കതൊന്ന് കാണാം. ശ്രീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഓൾറെഡി വളരെ വൈറൽ ആകുകയും ചെയ്തു. എന്താ അതിന്റെ കണ്ടന്റ് കാണാം. കേട്ടിരുന്ന എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഷഹനാസിന്റെ എതിരെ വരുന്ന പോസ്റ്റുകളും ഷഹനാസിന് അനുകൂലമായി വരുന്ന പോസ്റ്റുകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷഹനാസിന്റെ നിലപാട് എന്നാൽ അതും ബഹുമാന പുരസ്സരം മുമ്പോട്ട് വെക്കുകയും നമ്മുടെ പ്രേക്ഷകരെ കേൾപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഷഹനാസ് പല കാര്യങ്ങൾക്കും മറുപടി പറയാറില്ല. പക്ഷെ ഷഹനാസിന് ഇന്ന് 1 മണിക്കൂർ മുമ്പ് നമ്മുടെ ശ്രീന ഇട്ട പോസ്റ്റ് വൈറലായി പോവുകയും ഒരുപാട് 1000-ലടുത്ത് കമന്റുകളും മറ്റും വരികയും ചെയ്തു. നമുക്ക് എന്തായാലും ശ്രീനയുടെ പോസ്റ്റിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. വളരെ കൗതുകമുള്ള പോസ്റ്റാണ്. ശ്രീന ഷഹനാസിന്റെ ഈ പിക്ചർ, കുമിള പറപ്പിക്കുന്ന പിക്ചർ ഒക്കെ ഇട്ട് ഗംഭീരമായൊരു സാധനം ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ശ്രീനാദേവി പറയുന്നു, മാധ്യമങ്ങളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നും ഷഹനാസ് MA എന്നു പേരിലുള്ള ഒരു എഴുത്തുകാരി പലതരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അപമാനിക്കുന്ന രീതിയിലും VR സുധീഷ് എന്ന കഥാകൃത്തിനെതിരെ വ്യാജ മീറ്റു ആരോപണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലും സംസാരിക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാറി, നമ്മുടെ നിയാസ് മലബാറി ഇപ്പം നോമ്പായതുകൊണ്ടാണ്, സത്യം എനിക്ക് തോന്നുന്നു അതിൽ ശ്രീ ലിജോ എഴുതിയൊരു കമന്റ് ഉണ്ട്, എന്നെ നോമ്പ് 2 ആഴ്ച കഴിഞ്ഞ് വന്നെങ്കിൽ കേരളത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു, കാര്യം നിയാസ് മലബാറിയുടെ പോസ്റ്റുകൾക്ക് വേണ്ടിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാറി എന്ന വ്യക്തി എഴുതുന്ന ചില കുറിപ്പുകൾ പലതവണയായി കാണുവാനും ഇടയായി. ഷഹനാസ് എന്നവർക്കെതിരെ സാഹിത്യകാരൻ VR സുധീഷ് നൽകിയ മാനനഷ്ട കേസിൽ ഇവർ പലതവണയും കോടതിയിൽ ഹാജരാകാതെ ഇവർക്കെതിരെ കോടതി ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായി പറഞ്ഞു. ഇന്നലെ കീഴടങ്ങി എന്തോ കണ്ടു, ഒരു വാർത്ത കണ്ടു, അതും ചെയ്യണമെന്ന് വിചാരിച്ചു. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്യാത്തതാണ്. ഇല്ലെങ്കിൽ നമ്മളത് റെപ്രസെന്റ് ചെയ്യും, ഷഹനാസിന്റെ ഭാഗവും റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒരു വാർത്ത ശ്രദ്ധിച്ചത്. ശ്രീന പറയുന്നു, നിബു വർഗീസ് എന്നൊരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന രീതിയിൽ ഇവർ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. പക്ഷേ വിസ്മയം എന്തെന്നാൽ ഇവർ പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇവരെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിയാസ് മലബാറിക്കെതിരെ അല്ല. സ്വാഭാവികമായും നമുക്ക് ഉറപ്പിക്കാം, നിയാസ് മലബാറി പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കുവാനുള്ള ഒരു വാദങ്ങളും ഇവരുടെ കയ്യിലില്ല. അതായത് നിയാസ് മലബാറി പറഞ്ഞത് സത്യമല്ലെങ്കിൽ നിയാസ് മലബാറിക്കെതിരെയാണല്ലോ പരാതി കൊടുക്കേണ്ടത്. നിയാസ് മലബാറി IAS-നെ കുറിച്ച്, ഇവരുടെ എന്താ പറയുക, കുടുംബത്തിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഞാൻ കവർ ചെയ്യുന്നില്ല. പക്ഷെ അത്തരം പല കാര്യങ്ങളെ കുറിച്ചും ചില വാദങ്ങൾ ഉന്നയിച്ചു. അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. എന്നാൽ നിയാസ് മലബാറിക്കെതിരെ പരാതി കൊടുത്തോ? ഇല്ല. സോ നിയാസ് മലബാറിയെ ഖണ്ഡിക്കുവാനുള്ള ഒരു വാദങ്ങളും ഇവരുടെ കയ്യിലില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇവർ ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാതെ ഇവർക്കെതിരെ എന്തോ കുറിപ്പുകൾ എഴുതിയ നിബു വർഗീസിനെതിരെ പരാതി കൊടുത്തത്. നിയാസ് മലബാറി പറയുന്നതായിട്ടാണ്, IAS നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നുണ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷഹനാസ് മെഹന്തി ഇടുന്ന പടം ഇടുന്നു. നിങ്ങൾക്ക് 2 ID കാർഡില്ലേ, ഷഹനാസ് എന്നും പ്രിയ എന്നും പറഞ്ഞ് 2 ID കാർഡില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ബീച്ചിൽ നിന്ന് കുമിള വിടുന്ന പടം ഇടുന്നു. പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന നിങ്ങൾക്ക് 2 അക്കൗണ്ട് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നു. അതല്ലാതെ ആ വ്യക്തി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഒരിക്കലും ഇവർ പറഞ്ഞിട്ടില്ല. ആര്? നമ്മുടെ ഷഹനാസ് പറഞ്ഞിട്ടില്ല. അവരുടെ വിവാഹപൂർവ്വ ബന്ധങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് അവർക്ക് കാഴ്ചപ്പാടുണ്ടാകാം എന്നതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. നല്ല സ്റ്റാൻഡാണ്. എനിക്ക് ശ്രീനെ ഇഷ്ടം അതുകൊണ്ടാണ്. ഓരോരുത്തർക്കും അവരുടേതായ ബന്ധങ്ങൾ അതൊക്കെ ഉണ്ടാവും, അതൊന്നും നമ്മുടെ കൺസേൺ അല്ല. നമ്മൾ അതിൽ സദാചാര പോലീസ് കളിക്കുന്നില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ 22 ദിവസമായിട്ടും ആരോപണ വിധേയയായ ശ്രീമതി MA ഷഹനാസ് സത്യം എന്തെന്ന് പറഞ്ഞു കണ്ടില്ല. കിടില ഒബ്സർവേഷനാണ്. 22 ദിവസമായി ഷഹനാസിനെതിരെ പല ആരോപണങ്ങളും നടക്കുന്നു. ഇപ്പൊ ഷഹനാസ് പറയുന്നത് എന്നെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് തള്ളിവിടുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെയും മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി പരാതി കൊടുത്തു. മുഖ്യമന്ത്രിക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല ഷഹനാസെ, മുഖ്യമന്ത്രിക്കല്ല പോലീസിലാണ് പരാതി കൊടുക്കേണ്ടത്. പക്ഷെ ഒരു ന്യൂസ് വാല്യൂവിനൊക്കെ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിക്ക് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോ എവിടെ പോയിട്ടല്ലേ 22 ദിവസമായിട്ടും ആരോപണ വിധേയയായ ശ്രീമതി MA ഷഹനാസ് സത്യം എന്തെന്ന് പറഞ്ഞ് കണ്ടില്ല. IAS നേടി എന്ന് വ്യാജമായി പറയുകയും അതിന്റെ പേരിൽ സ്വീകരണവും മറ്റ് കാര്യങ്ങളും നേടുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായൊരു കുറ്റമാണ്. IAS ആണെന്ന് പറഞ്ഞ് ഇവർ നാട്ടിലും വിദേശത്തും ഒക്കെ എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനാൽ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് നമ്മുടെ ശ്രീന
മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും UPSC ചെയർമാനും കേന്ദ്ര മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപിക്കും ശ്രീ ജോർജ് കുര്യനും കേരള ഗവർണർക്കും കോഴിക്കോട് പോലീസ് മേധാവിക്കും ഇന്ന് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. കൊള്ളാം, ചെക്ക്. ഒരു നല്ല സ്റ്റെപ്പാണ്. നോക്കട്ടെ എന്താണ് അതിന്റെ പൊസിഷൻ നോക്കട്ടെ. ഇവരുടെ സുഹൃത്തായ അഡ്വക്കേറ്റ് കുക്കുവും പിന്നെ ഇന്ദു മേനോനും പറഞ്ഞൊരു വ്യാഖ്യാനവും നമ്മൾ പറഞ്ഞു. അതായത് ഇവർ പ്രിലിംസ് ജയിച്ചു അതിന്റെ ആണെന്നൊക്കെ. എനിക്കറിയില്ല സത്യമാണോ എന്ന്. അങ്ങനെ ഒരു വാദം ഇവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് വന്നു. നമ്മൾ വളരെ ഫെയർ ആയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഷഹനാസിനോടല്ല താല്പര്യം, എനിക്ക് നിയാസ് മലബാറിയോടാണ്, എനിക്ക് രാഹുൽ മാങ്കോട്ടത്തിനോടാണ്, അല്ലെങ്കിൽ ഇതെല്ലാം അല്ലെങ്കിൽ ഫെനിയോടാണ്, ലിജോടാണ് എന്റെ താല്പര്യം. പക്ഷെ നമ്മൾ ഒരു നിലപാടെടുക്കുമ്പോഴും മറുഭാഗത്തിന് മാന്യമായ റെസ്പെക്ട്ഫുൾ ആയ പ്രാതിനിധ്യം കൊടുത്തെടുക്കും. അത് നമ്മുടെ മര്യാദയും മാന്യതയാണ്. അപ്പോ നമ്മുടെ ശ്രീന മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, UPSC ചെയർമാൻ, കേന്ദ്ര മന്ത്രാലയം, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, കേരള ഗവർണർ, കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കും നമ്മുടെ ശ്രീന പരാതി നൽകിയിട്ടുണ്ട്. കൊള്ളാം. 2014 റിസൾട്ട് പരിശോധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് UPSCയെ സമീപിച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് പഠനത്തിനായി വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. പക്ഷേ പഠിച്ച കോളേജിൽ നുണ പറഞ്ഞ് സ്വീകരണം വാങ്ങാൻ അസാമാന്യരായ നുണയർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സിവിൽ സർവീസ് പഠനത്തിനായി ശ്രീന കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞാണ്. പോസിറ്റീവ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുവരെ സിവിൽ സർവീസ് പഠനത്തിനായി വർഷങ്ങൾ ബലി കൊടുത്ത ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. പക്ഷേ പഠിച്ച കോളേജിൽ നുണ പറഞ്ഞ് സ്വീകരണം വാങ്ങാൻ അസാമാന്യരായ നുണയർക്ക് മാത്രമേ സാധിക്കൂ. ഓക്കെ. ചരിത്രത്തിലെ കരുത്തുറ്റ, എന്നിട്ട് NB നോട്ട്, ചരിത്രത്തിലെ കരുത്തുറ്റ അന്തസ്സുള്ള സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ തണലിൽ നിന്നുകൊണ്ട് സൗകര്യപൂർവ്വം ആദർശത്തെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും പുലമ്പുന്ന ചില സ്ത്രീകൾ ഇന്ന് വലിയ സ്ത്രീപക്ഷവാദികളായി സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ച രാഷ്ട്രീയ കേരളത്തിൽ സർവ്വസാധാരണമായി മാറുന്നുണ്ട്. രോമാഞ്ചജനകമായ ഡയലോഗ്. ചരിത്രത്തിലെ കരുത്തുറ്റ അന്തസ്സുള്ള സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ തണലിൽ നിന്നുകൊണ്ട് സൗകര്യപൂർവ്വം ആദർശത്തെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും പുലമ്പുന്ന ചില സ്ത്രീകൾ ഇന്ന് വലിയ സ്ത്രീപക്ഷവാദികളായി സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ച രാഷ്ട്രീയ കേരളത്തിൽ സർവ്വസാധാരണമായി മാറുന്നുണ്ട്. ഒരുപാട് അന്തസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരും നഷ്ടപ്പെടലുകളിലൂടെ സൃഷ്ടിച്ചെടുത്ത ആത്മത്യാഗത്തിന്റെ ചരിത്രമാണ് നമ്മുടെ സ്ത്രീ മുന്നേറ്റത്തിലുള്ളത്. ഗംഭീരം. അതിന്റെ ഇന്നലകളിൽ നുണകളില്ല. ഇന്നുകളിലും നാളുകളിലും സ്ത്രീ സമൂഹത്തിന് അഭിമാനത്തോടെ നടന്നു നീങ്ങാൻ സാധിക്കുന്ന സത്യത്തിന്റെ വെളിച്ചവും കൂട്ടിലുണ്ട്. അല്ലാതെ എന്തിനും നീർക്കുമിളകളുടെ അല്പജൽപ്പനം അല്ലാത്തതെന്തിനും അതായത് നമ്മുടെ ഷെനാസിന്റെ ഫോട്ടോ വെച്ചിട്ടാണ്, അല്ലാത്തതെന്തിനും നീർക്കുമിളകളുടെ അല്പജൽപ്പനം മാത്രമാണ് സത്യം. കിടിലം. നമ്മുടെ ശ്രീന അതിഗംഭീരമായി ശ്രീനയുടെ പോസ്റ്റ് പറഞ്ഞു. ഗംഭീരമായിട്ടുണ്ട്. അപ്പം ഇതിന് ഷഹനാസ് മറുപടി പറയുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓൾറെഡി മറുപടി പറഞ്ഞോ എന്ന് ഞാൻ നോക്കിയോട്ടെ. ഞാൻ നോക്കിയില്ല. ഓൾറെഡി മറുപടി പറഞ്ഞോ എന്ന് നോക്കിയില്ല. ഇല്ല, ഷഹനാസ് 22 മണിക്കൂർ മുമ്പാണ് ഇട്ടത്. മൈലാഞ്ചിക്കാരന്റെ മുന്നിൽ നിന്നൊക്കെ പറഞ്ഞത്. അപ്പോ ഷഹനാസിനെ വെച്ച് കമന്റ് ഉണ്ട്. കുറച്ച് എന്താ പറയുക, ഷഹനാസിന്റെ പോസ്റ്റുകൾ താഴെ വരുന്ന കമന്റ് ആണ്. ഷഹനാസ് ചില ആർക്കൊക്കെ കമന്റ് ചെയ്യാന്ന് ലിമിറ്റും ചെയ്തിട്ടുണ്ട്. ഷഹനാസ് അങ്ങനെ എല്ലാത്തിലും ലിമിറ്റ് ചെയ്തു. ഷഹനാസ് കമന്റുകളുടെ മലവെള്ളപ്പാച്ചിലിൽ പ്രളയത്തിൽ ഷഹനാസിന്റെ കമന്റ് ബോക്സ് അടച്ചു. അത് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ കമന്റ് ബോക്സ് അടച്ചു എന്ന കാര്യം ഞാൻ കണ്ടില്ല. ശ്രീ ഷഹനാസ് അതിൽ ഓർക്കേണ്ട കാര്യം എന്താ അറിയാമോ? ഷഹനാസ് അങ്ങനെ പുരുഷന്മാരെ അങ്ങനെ അധിക്ഷേപിക്കുമ്പോഴും മറ്റും തിരിച്ചിതേപോലെ വിമർശനം ഉണ്ടാവില്ലേ? അങ്ങോട്ട് വിമർശിക്കുകയാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വിമർശനം കിട്ടില്ലേ? അധിക്ഷേപം പാടില്ല, സംശയമൊന്നുമില്ല. അത് പ്രത്യേകിച്ച് സ്ത്രീകളെ ഏതെങ്കിലും വേറെ മോശ പ്രയോഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്ന പ്രവണത ഒട്ടും ശരിയല്ല. അതിനോട് 100% യോജിക്കുന്നു. പക്ഷേ ശ്രീനയെ പോലുള്ള വളരെ പഠിച്ച വെൽ സ്റ്റഡീഡായ ക്രിറ്റിസിസംസ് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഫെമിനിസത്തിന്റെ കോസിനെ അടക്കം ഷഹനാസിനെ പോലുള്ളവരാണ് ഇല്ലാതാക്കുന്നത്. സ്ത്രീപക്ഷം ഒന്ന് ഉയർത്തുമ്പോൾ ഷഹനാസ് അടക്കമുള്ളവർ പറയുന്ന സത്യമല്ലാത്ത കാര്യങ്ങൾ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിനോ ഫെമിനിസ്റ്റ് മൂവ്മെന്റിനോ അവരുടെ നിലപാട് ധാരയ്ക്ക് തന്നെ ദോഷകരമാണ്. ഞാൻ ഫെമിനിസ്റ്റ് അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ബഹുമാന പുരസരം വിയോജിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇവർ ഉയർത്തിവിടുന്ന തെറ്റായ വാദങ്ങൾ ദോഷകരമായ സമൂഹത്തിൽ ഉണ്ടാകൂ എന്ന തിരിച്ചറിവ് അവർക്ക് വേണം. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ പൊളിച്ചു, സൂപ്പർ ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മൈലാഞ്ചി ഇട്ട ഷഹനാസ് തിരിച്ച് മറുപടി പറയുമെന്ന് എനിക്കറിയില്ല. അത് പറയുകയാണെങ്കിൽ അതും ബഹുമാന പുരസരം വാദമെന്ന രീതിയിൽ, എതിർവാദം എന്ന രീതിയിൽ നമ്മൾ കവർ ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മുടെ ഫെയർനെസ്. പലപ്പോഴും ഫെമിനിസ്റ്റുകൾക്ക് ഇല്ലാതായി പോകുന്ന ഫെയർനെസ്, ബാലൻസ്, സന്തുലനം, എല്ലാവരെയും ബഹുമാനിക്കുക എന്ന ആറ്റിറ്റ്യൂഡ് അത് നമ്മൾ കാണിക്കില്ല. പക്ഷേ ഫെമിനിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ചിലപ്പം തെറ്റായ നിലപാടുണ്ടാവും. പക്ഷെ നമ്മൾ ഫെയർനെസ്സെ കാണിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ജാഹിദ്.